ഇവിടെ ജീപ്പ് കയറണേ. ഒരു ജീപ്പ് അവിടെ ഓഫായി പോയി. ഓണായിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ വ്യൂ പോയിൻ്റൊക്കെ. ഭയങ്കര സിഗ്നറി ആട്ടോ. ആ നീലാകാശവും മേഘങ്ങളൊക്കെ നീങ്ങുന്നതും പച്ചപ്പും മൊട്ടക്കുന്നും ഇതൊക്കെ കാണാനായിട്ട് ഭയങ്കര ലുക്കാണ്. പ്രത്യേകിച്ച് ഇവിടെ സഫാരിയും കൊള്ളാം. എന്തൊക്കെയായാലും കാരണം അത് ഈ റൂട്ടിലേക്കിടയ്ക്കാണ് വണ്ടി പോകണം. ഈ മേലിൽ കൊണ്ട് വണ്ടി ഇട്ടിട്ടുണ്ട്. എന്താ വ്യൂ നോക്കി. നമ്മുടെ ബൈക്ക് കയറ്റാൻ പറ്റാത്തതിൽ ഒരു വിഷമമുണ്ട്. ഇവിടെ പെർമിഷൻ ഇല്ലാത്തതാണ് ഒരു ഇഷ്യൂ. അവസാനമായപ്പോൾ ഒറ്റ മനുഷ്യനില്ല, എല്ലാവരും പോയിട്ട്. സഫാരിക്കാർ കംപ്ലീറ്റ് ആൾക്കാർ പോയി. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഉച്ച കഴിയുമ്പോഴേക്ക് ഇവിടെ മഴയാണ്, അത്യാവശ്യം കോടയൊക്കെ ഇറങ്ങും. നമുക്ക് പ്രശ്നമില്ലല്ലോ, നമ്മൾ ബൈക്ക് റൈഡേഴ്സ് ആയതുകൊണ്ട് ഇതൊന്നും പ്രശ്നമില്ല. താഴെ നമ്മുടെ വണ്ടി ഏകദേശം ആ ഭാഗത്തായിട്ട് വണ്ടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് നേരെ പോകുന്നു. ഏതെങ്കിലും ഒരു മുട്ടക്കുന്നിൻ്റെ ഭാഗത്തേക്ക് ഓഫ് റോഡ് ചെയ്യാൻ പറ്റുന്നു, ഓടിക്കുന്നു. അതിനുശേഷം നമ്മൾ വാഗമൺ, മുട്ടക്കുന്ന്, പൈൻവാലി അങ്ങനെയൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് ഇന്നത്തെ വണ്ടി ട്രിപ്പ്. അതുകൊണ്ട് വെയിലില്ല എന്നൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ആ ഭാഗത്താണ് കാണുന്നത്. ഇങ്ങറ്റത്ത് ഒരു ചെറിയൊരിത് കാണാം. അതെ ഇങ്ങനെ ഈ ഭാഗത്തായിട്ട് ആ ഇടുക്കിയുടെ ഭാഗം, ഇടുക്കി ഡാമിൻ്റെ. പിന്നെ ഈ ഭാഗത്ത് ഏതോ വ്യൂ പോയിൻ്റൊക്കെ പറഞ്ഞു, എന്താണെന്ന് എനിക്ക് ക്ലിയർ ആയില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൈഡൊന്നുമില്ലാത്ത ഒറ്റയ്ക്ക് തന്നെയല്ലോ. അതുകൊണ്ട് നമ്മൾ വ്യക്തമായിട്ട് ചോദിക്കാനും പോകാനായിട്ട് ഒരു മടി. കണ്ടു ചോദിച്ചില്ല. നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന കുറേ ജീപ്പ് സഫാരി ആൾക്കാർ അങ്ങേറ്റത്തേക്കൂടെ പോകുന്നുണ്ട്. അത് ഇവിടുന്ന് ജീപ്പ് എടുത്ത് നേരെ അത് ഈ കണ്ണുണ്ടോ ബാക്കിൽ ഈ വഴി കൂടെ ഇങ്ങനെ കയറി ഇങ്ങനെ കറങ്ങി നമ്മൾ വന്ന വഴിക്ക് നേരെ വാഗമൺ, മുട്ടക്കുന്ന്, പൈൻവാലി അങ്ങനെയാണ് സവാരി പോകുന്നത്. കാറ്റൊക്കെ മതിയായി, വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓഫ് റോഡ് മെഷീൻ ഇനി അങ്ങനെ കേട്ടോ, ഓഫ് റോഡ് മെഷീൻ. അപ്പോൾ ഈ ഇതുമായിട്ട് നമ്മൾ പോവാം. നമുക്ക് ഈ വഴി തന്നെ പോയി നോക്കാം കേട്ടോ. ഈ വഴി വീണ്ടും ഒരു മുട്ടക്കുന്നിലേക്ക് ഒരു ഇത് കണ്ട്. കാരണം ആ എൻട്രൻസ് അവിടെ നിന്ന് വരെ എൻട്രൻസ് ചിലപ്പോൾ അവിടെ ആയിരിക്കാം. അവിടം വരെ ഒന്ന് പോയി നോക്കിയിട്ട് പറ്റില്ല വെച്ചാൽ തിരിച്ചു വരും, അല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ നമുക്ക് പോയാലോ. ജീപ്പ് സഫാരിയാണ് നമ്മൾ തിരഞ്ഞെടുത്തതെങ്കിൽ രാവിലെ 7 മണിക്ക് സഫാരി സ്റ്റാർട്ട് ചെയ്ത് ഒരു 10 മണി 10:30 ആകുമ്പോൾ സഫാരി കഴിയും. അതിനുശേഷം നമുക്ക് പോകാവുന്ന ഒരിടമാണ് പൈൻവാലി, പിന്നീട് വാഗമൺ മെഡോസ്. വാഗമൺ മെഡോസിൻ്റെ ഭാഗത്തു നിന്നും കുറച്ച് ദൂരം മുന്നോട്ട് സഞ്ചരിച്ച് റൈറ്റ് സൈഡിലേക്ക് പോയി 1 കിലോമീറ്റർ യാത്ര ചെയ്താൽ പൈൻവാലിയുടെ ഏറ്റവും ലോവർ ഭാഗത്ത് നമുക്ക് എത്തുവാൻ കഴിയും. ഇവിടെ എൻട്രൻസ് ഫീസ് വരുന്നത് 10 രൂപയാണ്. ഇതാണ് മറ്റേ ഫൈൻ ഫോറസ്റ്റിൻ്റെ
താഴെയുള്ള കേട്ടോ, താഴെ ഉണ്ടോ ചോര ഓടിക്കാൻ നല്ല സാധനം. യാത്രകളിൽ എപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നല്ല ഭക്ഷണം കിട്ടുക എന്നത്. അമ്മാസ് ഹോംലി ഫുഡ് ആൻഡ് ഹോം സ്റ്റേ ലോവർ പൈൻ വാലിയുടെ നിയറസ്റ്റ് തന്നെയാണ് ഇതുള്ളത്. 3 പേർക്ക് സ്റ്റേ ചെയ്യുന്ന ഈ റൂമിന് 1500 രൂപയാണ് വരുന്നത്. പിന്നീട് ഞാൻ പോയത് തങ്ങൾപ്പാറയിലേക്കാണ്. തങ്ങൾപ്പാറ നമ്മൾ പോവുകയാണെങ്കിൽ വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം പോകുന്നതാണ് നല്ലത്. അത്യാവശ്യം കോടയും തണുപ്പും മഞ്ഞുമെല്ലാം ഉണ്ടായിരുന്നു. അറ്റത്ത് കാണുന്നത് മുട്ടക്കുന്ന. അവിടെ നിന്ന് ഞങ്ങൾ നേരെ തങ്ങൾപ്പാറ. അവിടെ വാഹനം പാർക്ക് ചെയ്തിട്ട് ഈ കാണുന്ന മലയുടെ മുകളിലേക്ക്. ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഒരു വഴിയുണ്ട്. ഇവിടെ ഒരു ഇവിടെ ടെൻറ്റ് ഹൗസ് സൗകര്യമൊക്കെ ഉണ്ട് നമ്മുടെ വാഗമണിൽ തങ്ങൾപ്പാറയുടെ താഴെ വശത്തായിട്ട്. എന്തൊക്കെയാലും മഞ്ഞും തണുപ്പൊക്കെ ഉള്ളത് നല്ല ഇത് തന്നെ. ഇപ്പോൾ ഈ മെയ് മാസം ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. വൈകുന്നേരം കോടയും മഴയും കാര്യങ്ങളൊക്കെയാണെന്ന് പറയാം. അപ്പോൾ ടെൻറ്റ് താമസിക്കണ രസമുള്ള കാര്യമല്ലേ. നമ്പർ കാണാൻ പറ്റുമെങ്കിൽ നോട്ട് ചെയ്തു. വരുന്നത് 7510658149, പിന്നെ 8547478149. ഓറഞ്ച് വാലി ടെൻറ്റ് ക്യാമ്പിംഗ് വാഗമൺ. ഇപ്പോൾ ഒരു സൈറ്റ് ഉണ്ട്, www.orangevalley.com. അപ്പോൾ വാഗമണിലെ ഒരു 1 ഡേ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളൊരു ഓഫ് റോഡ് ബൈക്ക് യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ചൂടെ നൽകിയേക്കാം. ഇവിടെ നിയറസ്റ്റ് ആയിട്ടുള്ള മറ്റ് സ്ഥലങ്ങളെന്ന് പറയുന്നത് പാഞ്ചാലിമേട്, പരുന്തുംപാറ, അമ്മച്ചി കൊട്ടാരം എന്നിങ്ങനെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഒരു 20 കിലോമീറ്ററിൻ്റെ ചുറ്റളവിൽ അകത്താണ് ഈ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.